ഒരു കിലോമീറ്ററിന് 55 രൂപ വാടക മാത്രം നമുക്ക് തരിക, ബാക്കി ചിലവുകളെല്ലാം നമ്മൾ വഹിക്കുക, വരുമാനം സർക്കാർ എടുത്തോളുക. അതാണ് നമ്മൾ പറഞ്ഞത്. മത്സരയോട്ടം ഇല്ലാതെയാവും. പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ എങ്ങനെ പിടിച്ചു നിർത്തുമെന്നതിൽ സർക്കാരിന് പോലും കൃത്യമായ ധാരണയില്ല. ഈ അവസരത്തിലാണ് തങ്ങളുടെ ബസ്സുകൾ കൂടി കിലോമീറ്റർ അടിസ്ഥാനത്തിൽ വാടക നൽകിക്കൊണ്ട് സർക്കാർ ഏറ്റെടുക്കണം എന്ന ആവശ്യവുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയത്. കിലോമീറ്ററിന് 55 രൂപ എന്ന നിരക്ക് നൽകിക്കൊണ്ട് തങ്ങളുടെ ബസ്സുകൾ കൂടി സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇത്തരത്തിൽ ചെയ്താൽ മത്സരയോട്ടം അടക്കം ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷിന്റെ വാക്കുകളിലേക്ക്. ആദ്യമേ തന്നെ ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ പറഞ്ഞതാണ്, ഇത് ഒരേപോലെയല്ല എല്ലാ ബസ്സുകളെയും ബാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പല ജില്ലകളിലെ തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ KSRTC ബസ്സുകൾ ഓടുന്നത്. അപ്പോൾ തെക്കൻ ജില്ലകളിൽ കൂടുതലായിട്ട് ബാധിക്കും. അത് ഓരോ ജില്ലയിലും ഓരോ അളവിലാണ് ഇത് ബാധിക്കുന്നത്, ബസ്സുകളുടെ എണ്ണം, KSRTC ബസ്സുകളുടെ എണ്ണം അനുസരിച്ച്. അതോടൊപ്പം ഒരു ജില്ലയിൽ തന്നെ വിവിധ റൂട്ടുകളിൽ വിവിധ രീതിയിലാണ് ബാധിക്കും. ഓരോ റൂട്ടിൽ തന്നെ ഓടുന്ന പല ബസ്സുകൾക്കും പല രീതിയിലാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുമാനം നഷ്ടപ്പെടാത്തവർ മുതൽ 4000-5000 രൂപ ഡെയിലി ഒരു ദിവസം വരുമാനം നഷ്ടപ്പെടുന്നത് വരെ ഈ സ്വകാര്യ ബസ്സുകളിലുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ സർവീസ് നടത്തിക്കൊണ്ട് പോകാവുന്നൊരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് 2-3 നിർദ്ദേശങ്ങളാണ് ഞങ്ങളുടെ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചത്. അതിനകത്ത് ഒന്ന്, ഞങ്ങൾ KSRTC ബസ്സുകളിലെ പോലെ തന്നെ സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ട് 0 ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമാകുക സർക്കാർ തിരിച്ചു തരുന്ന ഒരു സംവിധാനം. അത് പക്ഷേ പ്രായോഗികമായിട്ട് നടക്കുകയില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും നല്ല മാർഗം. കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടും. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സർക്കാർ 800 കോടി രൂപ അതിനുവേണ്ടി ഒരു വർഷം സർക്കാർ നഷ്ടപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. പക്ഷേ ആ തുക കൂടുമെന്നറിയാവുന്നതുകൊണ്ടാണ് സർക്കാർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ ഇത് നടപ്പാക്കാതിരുന്നത്. 3000-ഓളം KSRTC ഓർഡിനറി സർവീസുകൾ, 10,000-ലധികമാണ് സ്വകാര്യ ഓർഡിനറി സർവീസുകളുള്ളത്. ഈ ബസ്സുകളിലെല്ലാം ഇത് നടപ്പാക്കിയാൽ സർക്കാരിനൊരു ഈ 800 കോടിയുടെ സ്ഥാനത്ത് ഒരു 3000-3500 കോടി രൂപ ഒരു വർഷം മാറ്റി വെക്കേണ്ടി വരും. അത് സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര പ്രായോഗികമല്ല. രണ്ടാമതൊരു കാര്യം, ഞങ്ങൾക്ക് ഡീസലിന് സബ്സിഡി തരിക എന്നുള്ളതാണ്. കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ 27-28 ലക്ഷത്തോളം കിലോമീറ്റർ ഒരു ദിവസം സർവീസ് നടത്തുകയാണ്. ഏതാണ്ട് ഒരു 7-7.5 ലക്ഷം ലിറ്റർ ഡീസൽ ആവശ്യമുണ്ട്. അത്ര ഡീസലിന് സബ്സിഡി തരിക എന്നുള്ളതും പ്രായോഗികമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊരു മൂന്നാമത്തെ നിർദ്ദേശമായിട്ട് ഞങ്ങളുടെ ബസ്സുകൾ ഒരു 55 രൂപ കിലോമീറ്റർ വാടക തന്ന് ഞങ്ങളുടെ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കുകയും സർവീസ് നടത്താൻ വേണ്ടി വരുന്ന മുഴുവൻ ചിലവുകളും ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ ഞങ്ങൾ വഹിച്ചോളാമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. ഈ 55 രൂപ വാടക ഞങ്ങൾക്ക് തരിക, ആ വാടക മാത്രം ഞങ്ങൾക്ക് തരിക. സർക്കാർ ആദ്യം തന്നെ ബസ്സുകൾ വാടകയ്ക്ക് എടുക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചായിരുന്നു. ആ മന്ത്രിയും പറഞ്ഞതാണ്, പുറത്തുനിന്ന് വണ്ടി വാടകയ്ക്ക് എടുക്കേണ്ട, ഞങ്ങളുടെ ബസ്സുകൾ വാടകയ്ക്ക് എടുക്കുക. ഞങ്ങൾക്ക് 50 രൂപയിലധികം ഒരു ദിവസം കിലോമീറ്റർ ഓപ്പറേഷന് വേണ്ടി ചിലവ് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് കണക്ക് കൂട്ടി മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പോയിട്ട് 50 രൂപ 65 പൈസയാണ് ഞങ്ങൾ ചിലവ് കണക്ക് കൂട്ടിയത്. അതിനകത്ത് 4 രൂപ 35 പൈസ ലാഭമേ ഞങ്ങൾ അതിനകത്ത് ചോദിച്ചുള്ളൂ. 55 രൂപ തരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു 1250 രൂപയിൽ താഴെ ഒരു തുകയെ ഒരു ബസ്സിന് ലാഭമായിട്ട് ഒരു ഉടമയ്ക്ക് കിട്ടുള്ളൂ. ഒരു കിലോമീറ്ററിന് 55 രൂപ വാടക മാത്രം നമുക്ക് തരിക, ബാക്കി ചിലവുകളെല്ലാം നമ്മൾ വഹിക്കുക, വരുമാനം സർക്കാർ എടുത്തോളുക. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു 22-23% KSRTC ഓർഡിനറി ബസ്സുകളാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നത്. ബാക്കി സ്വകാര്യ മേഖലയാണ് ഇവിടെ ഓർഡിനറി സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ 22-23% സ്വകാര്യ ബസ് KSRTC ബസ്സുകളിൽ കൂടി പരമാവധി 30% സ്ത്രീകൾക്ക് മാത്രമേ ഈ സ്ത്രീ സൗജന്യ യാത്രയുടെ പ്രയോജനം ലഭിക്കുന്നുള്ളൂ. ബാക്കി 70% സ്ത്രീകളും ഇതിന് പുറത്താണ്. അപ്പോൾ ആ 70% സ്ത്രീകളുടെ ഭാഗത്തു നിന്നും, അതായത് 140 മണ്ഡലങ്ങളിൽ നിന്നും ജനപ്രതിനിധികളുമൊക്കെ അവർക്കൂടെ KSRTC ഈ സൗജന്യ യാത്രയുടെ പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ KSRTCയുടെ പുതിയ സർവീസുകൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴും ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സ്വകാര്യ മേഖല പാടെ തുറച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടെ ഈ ഒരു സാഹചര്യം ഉണ്ടാകും. കൂടുതൽ ബസ്സുകൾ ഓടിയാൽ അതനുസരിച്ച് ഇവിടുത്തെ സ്വകാര്യ മേഖല പൂർണ്ണമായിട്ട് നശിച്ചു പോകും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ബസ്സുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ആ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുക. ഈ ബസ് വാടകയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ സർക്കാർ കിലോമീറ്റർ വാടക നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? സ്വകാര്യ ഉടമകൾ? അല്ല, ഞങ്ങളുടെ ജീവനക്കാരെ സർക്കാർ നിയന്ത്രിക്കട്ടെ. ഞാൻ പറഞ്ഞ ഏകീകൃത ടിക്കറ്റിംഗ് സമ്പ്രദായമാണ് ഇപ്പം KSRTC നടപ്പാക്കിയത്. അതേ ടിക്കറ്റിംഗ് സമ്പ്രദായം, അതേ മെഷീൻ ഉപയോഗിച്ച് സ്വകാര്യ ബസ്സുകളിൽ നിന്നും ആ കളക്ഷൻ സർക്കാരിന് എടുക്കാനുള്ളതേ ഉള്ളൂ.
ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടമൊക്കെ ഇല്ലാതാവും. മത്സരയോട്ടം ഇല്ലാതെയാവും. അതുപോലെ തന്നെ ഈ KSRTC സ്റ്റാൻഡുകളും സ്വകാര്യ ബസ് സ്റ്റാൻഡുകളും എല്ലാ ബസ്സുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. ആ അപകടങ്ങളൊക്കെ ഒരു 90% ബസ്സുകൾ മൂലമുള്ള അപകടങ്ങൾ ഒരു 90% കുറയും. ഇപ്പോൾ ഉള്ള ബസ്സുകൾ വെച്ച് കേരളത്തിലെ മുക്കും മൂലയും നമ്മുടെ സംസ്ഥാനത്തിലെ മുക്കും മൂലയും വരെ യാത്രാ സൗകര്യം എത്തിക്കാനും സാധിക്കും. പിന്നെ ഞങ്ങൾക്ക് അതോടൊപ്പം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബസ് ഉടമകൾ ഒക്കെ 10,000, 40,000, 50,000, 60,000, 70,000, 75,000 രൂപ വരെ മാസം തവണ അടച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ബസ്സുകൾക്ക് CC ആയിട്ട് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് അതിൻ്റെ തിരിച്ചടവുള്ളവരാണ്. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായി വരുമ്പോൾ ആ ഒരു 3-4 മാസം കൊണ്ട് തന്നെ ആ ഉടമ കടക്കണിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇനി ബാക്കി വീട് വെക്കാനായിട്ടും മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ടും പല വായ്പകളും എടുത്തിരിക്കുന്ന ഉടമകളും തൊഴിലാളികളുമായിട്ടുള്ള ആൾക്കാർ അവരുടെയും 2-3 മാസം കൊണ്ട് തന്നെ അവരുടെ വായ്പ തവണകൾ അടയ്ക്കാൻ മേലാതെ വന്ന് അവരൊക്കെ വലിയ കടക്കണിയിലേക്ക് പോകാൻ പോവുകയാണ്. ഇത് ഒരു വലിയ സാമൂഹ്യ ദുരന്തമായിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് സമൂഹത്തിലെ കുറച്ച് സ്ത്രീകൾക്ക്, അതായത് 30% സ്ത്രീകൾക്ക് ഇത് നടപ്പാക്കിയപ്പോൾ ഞങ്ങളുടെയൊക്കെ വീടുകളിലുള്ള ഞങ്ങളുടെ തൊഴിലാളികളുടെയും വീടുകളിലുള്ള സ്ത്രീകളെ സർക്കാർ കണ്ടില്ല. അവരുടെ കഞ്ഞി മണ്ണ് വാരിയിട്ട് അവരുടെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ട് എന്ത് ശാക്തീകരണമാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്? സ്ത്രീ ശാക്തീകരണം നടപ്പാക്കുമ്പം അത് എല്ലാ മേഖലയിലുള്ളവരെ ഒരുപോലെ കണ്ടുകൊണ്ട് വേണമായിരുന്നു നടപ്പാക്കാൻ. സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന അവരുടെ തൊഴിൽ സ്ഥലത്ത് ഉറപ്പാക്കുകയും അവരുടെ ഉടമകൾക്കാണെങ്കിലും അവരുടെ ജീവിതം ഭദ്രമാക്കുകയും ചെയ്തു വേണം ഇത് ചെയ്യാൻ. അവരെ ഇത് ബാധിക്കും. അവരുടെ വീട്ടിൽ സ്ത്രീകളുള്ളവരാണ്. ആ സ്ത്രീകൾക്ക് ആര് സുരക്ഷ ഒരുക്കും? അതും ഗവൺമെൻറ് പരിഗണിക്കേണ്ട കാര്യമാണ്.